ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ട്രാക്ക് മാനിക്. അപ്പം നമ്മളിരുന്ന് ട്രാമ്പിൻ്റെ ഇത് T4 ആണ്. T4 നമ്മളിന്ന് ഇതിലാണ് ഫസ്റ്റ് റൈഡ് ചെയ്യുന്നത്. അപ്പം ഇത് കിടിലൊരു വണ്ടി തന്നെയാണ്. എന്ന് വെച്ചാൽ 3 ഇതും സ്ക്രാംബ്ലറും 400ഉം 400Xഉം പിന്നെ T4ഉം ആയിരുന്നു നമുക്ക് വരുന്നത്. 3 ഇതായിട്ടായിരുന്നു വരുന്നത്. അപ്പം 3 നമുക്ക് ഇന്ന് ഓടിക്കാനായിട്ട് പറ്റും. അപ്പം ഇത് നല്ല ഭീകരമായിട്ടുള്ള സൗണ്ടാണ്. അതിൻ്റെ എക്സോസ്റ്റും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള സൗണ്ടും പ്രൊഡ്യൂസും പിന്നെ അത്യാവശ്യം നമുക്ക് മൈലേജും ഉണ്ട്. പിന്നെ നല്ലൊരു ഹമ്പിൾ ബൈക്കാണ്. അപ്പം നമുക്ക് സിറ്റി യൂസിന് നല്ലൊരു ലോങ് റൈഡൊക്കെ പോകാനായിട്ടും പറ്റുന്നൊരു വണ്ടി തന്നെയാണ്. അപ്പം ഫെമിലിയർ ആയിട്ടൊരു വണ്ടി തന്നെയാണിത്. പിന്നെ നമ്മൾ ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകുന്നവർക്കാണെങ്കിൽ നമ്മൾ സൂപ്പർ ബൈക്ക് കാറ്റഗറിയിൽ 400cc നല്ലൊരു ഇതാണ്. 349cc ആണ് എൻജിൻ. ടോർക്കും കാര്യങ്ങളും എല്ലാം പക്ക ഫേവറാണ്. അപ്പം നല്ലൊരു വണ്ടി തന്നെയാണ്. അപ്പം ഒരുപാട് പറഞ്ഞ് നീട്ടുന്നില്ല, എല്ലാവരും ഈ ഒരു വണ്ടി ഓടിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് കൊല്ലത്താണ്. ഇന്ന് നല്ലൊരു വീഡിയോ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ഒരു വണ്ടി കിട്ടിയത് ഒരുപാട് നാളുകൊണ്ട് വണ്ടി ഓടിക്കണമെന്ന് വെച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള സമയം എനിക്ക് കിട്ടിയില്ലായിരുന്നു. എന്ന് വെച്ചാൽ വണ്ടി ഓടിക്കാനായിട്ടുള്ള ടൈം കണ്ടെത്താനായിട്ട് പറ്റിയില്ല. സ്പീഡ് 400ഉം T4ഉം ആണ് നമ്മൾ മെയിനായിട്ട് ഇതാണ്. ഇത് ഞാനിപ്പോൾ ഓടിക്കുന്നത് സ്പീഡ് 400 ആണ്. ഇതിൻ്റെ ഫസ്റ്റ് സൗണ്ട് അത് ഭീകരമാണ്. എന്ന് വെച്ചാൽ നല്ലൊരു പ്രീമിയം സൗണ്ടാണ്. അതിൻ്റെ ഇത്രയും ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു എക്സോസ്റ്റ്, ആ ഒരു എൻജിൻ കപ്പാസിറ്റി അത് ട്രാമ്പിൻ്റെ എല്ലാ വണ്ടികൾക്കും ഉണ്ട്. പിന്നെ ഇതിന് നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് കോസ്റ്റ് ഏകദേശം പ്രീമിയം ഇതായിട്ട് അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രീ ആണ്. സ്ക്രാംബ്ലർ നമ്മൾ ഓടിക്കുന്നുണ്ട്. നല്ലൊരു പ്രീമിയം ഓഫ് റോഡിങ് വണ്ടിയാണ്. എന്ന് വെച്ചാൽ അതിനകത്ത് നമുക്ക് മോഡും കാര്യങ്ങളും എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ട്രാക്ക് മോഡുണ്ട്, നമുക്ക് റോഡിൽ പർപ്പസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ കൺസോളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു RPM മീറ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫ്യൂൽ ഇൻഡിക്കേഷൻ കാണിക്കും. പിന്നെ സെൻസറുണ്ട്. പിന്നെ ABS, ട്രാക്ഷൻ കൺട്രോള് ഇതെല്ലാം ഉണ്ട്. ഹാൻഡിലിൻ്റെ ഇതിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് എണ്ണിറ്റ് നിന്ന് ഓടിക്കുന്ന ആ ടൈമിൽ ചില സമയത്തൊക്കെ നമുക്ക് ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് ഹാൻഡിൽ നമുക്ക് ചില സമയമൊക്കെ ഒരുപാട് താഴ്ന്നിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇതിൻ്റെ മാക്സിമം നല്ലൊരു ഇതിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് മാക്സിമം ഇതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം അത് നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മിറേഴ്സ് വരുമ്പോഴത്തേക്കും റൗണ്ടഡ് ആണ്. അത് നല്ലൊരു ലുക്കുണ്ട് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും. പിന്നെ വിൻഷീൽഡ് എന്ന് പറയുന്നത് ചെറിയൊരു വിൻഷീൽഡ് ഫ്രണ്ടിലായിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു എയർ നമുക്ക് ഇതായിട്ട് കിട്ടുന്നുണ്ട്. സൗണ്ടിൽ ഇച്ചിരി വേരിയേഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ സ്പീഡ് 400 ഓടിച്ചിട്ട് T4 ഓടിച്ചിട്ട് ഇതിലേക്ക് സ്ക്രാംബ്ലറിലേക്ക് വരുമ്പോഴത്തേക്ക് സൗണ്ടിന് നല്ല വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാൽ ഇത് ഓഫ് റോഡിങ് ഇതായിട്ട് പർപ്പസ് ആയതുകൊണ്ട് എക്സോസ്റ്റ് കുറച്ചും കൂടി ഹൈ ലെവലിലേക്ക്, എന്ന് വെച്ചാൽ ഇച്ചിരി മേളിലേക്ക് വെച്ചേക്കുവാണ്. അപ്പം വെള്ളം കാര്യങ്ങളൊന്നും കയറാതിരിക്കാനായിട്ടായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ ഹിമാലയൻ ആ ഒരു ഓഫ് റോഡിങ് വണ്ടിയൊക്കെ എക്സ്പൾസിൻ്റെ ആയാലും എക്സോസ്റ്റ് മേളിലേക്കാണ്. എന്ന് വെച്ചാൽ വാട്ടർ റെസിസ്റ്റൻസ് പർപ്പസുള്ള ഈ സ്ഥലത്തൊക്കെ നമുക്ക് അത് നല്ല യൂസ്ഫുള്ളാണ്. എന്ന് വെച്ചാൽ എക്സോസ്റ്റ് മേളിലോട്ടിരിക്കുന്ന സമയത്ത് നല്ല ഇതായിട്ടാണ് നമുക്ക് ഫ്യൂൽ എഫിഷ്യൻസി പിന്നെ ട്രാക്കിങ്ങിൻ്റെ ലെവലും എല്ലാം നമുക്ക് വ്യത്യാസമുണ്ട്. അപ്പോൾ അതൊക്കെ നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഓവറോൾ ലുക്ക് നല്ലൊരു ട്രാഷ് കാർഡും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് ആ ഒരു വണ്ടിയിൽ. T4 ഓടിക്കുന്ന സമയത്ത് ഇപ്പം നമ്മുടെ കയ്യിൽ T4 ആണ്. അപ്പം ഇത് അതിലും വ്യത്യാസമാണ്. ഇതിനകത്ത് ഇത് പുതിയ വെർഷനാണ് T4. എന്ന് വെച്ചാൽ സ്പീഡ് 400 ഇറങ്ങിയിട്ട് സ്ക്രാംബ്ലറും ഇറങ്ങിയിട്ട് വന്നൊരു വെർഷനാണിത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
സ്പീഡ് 400-നേക്കാട്ടിലും നല്ലൊരു എഫിഷ്യൻസിയുമാണ് വണ്ടിയുടെ ഓവറോൾ ലുക്ക് തരുന്നത്. ബിറ്റ്വീൻ ദിസ് ഓവറോൾ പർപ്പസിൽ നമുക്ക് നല്ലൊരു ലുക്ക് വൈസ് ആണ്. എന്ന് വെച്ചാൽ ട്രാഫിക്കിൽ ഞാൻ ഓടിച്ച സമയത്ത് നല്ലൊരു വേരിയേഷൻ തന്നെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ മറ്റേതിനെക്കാട്ടിലും കുറച്ചും കൂടി ഒരു ബെറ്റർ എന്ന് തോന്നിയിരിക്കുന്നത് T4 ഓടിച്ചപ്പോഴാണ്. എന്ന് വെച്ചാൽ മോഡും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് അതിനെക്കാട്ടിലും കുറച്ചും കൂടി ഒരു ഡിഫറൻസ് ഉണ്ട്. പിന്നെ നമുക്ക് അധികം ലുക്ക് വൈസ് നോക്കുമ്പോഴത്തേക്കും വലിയ വ്യത്യാസമൊന്നുമില്ല. രണ്ട് വണ്ടിയും വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യാസമൊന്നുമില്ല. രണ്ട് വണ്ടിക്കും സെയിം ലുക്കാണ്. ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് മോഡും കാര്യങ്ങളും എല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും സ്ക്രീനിൽ. അപ്പം നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിലാണ് വണ്ടി നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ പ്രൈസ് റേഞ്ച് വരുമ്പോഴത്തേക്കും 2.83 ലാക്ക് നമുക്ക് ഓൺ റോഡ് വരുന്നുണ്ട്. പക്ഷേ നല്ലൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് പർപ്പസ് ചെയ്യുന്നത് വെച്ചാൽ ലോങ് റൈഡ് ട്രാവലിങ്ങിന് നല്ലൊരു കംഫർട്ടാണ്. എന്ന് വെച്ചാൽ സീറ്റ് ഹൈറ്റും കാര്യങ്ങളും എല്ലാം ഇച്ചിരി ഇതാണ്. പിന്നെ വണ്ടി നല്ല അത്യാവശ്യം ബൾക്കിയാണ്, നല്ലൊരു വെയിറ്റും ഉണ്ട്, കാര്യങ്ങളും ഉണ്ട്. പിന്നെ എനിക്ക് ഫുഡ് ഹൈറ്റ് അത്യാവശ്യം കറക്റ്റാണ്. എന്ന് വെച്ചാൽ ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്ക് വണ്ടി ഓടിക്കാനായിട്ട് കുഴപ്പമൊന്നുമില്ല. ഇത് നമുക്ക് മെയിൻലി യൂസ് ചെയ്യാം. പക്ഷേ സ്ക്രാമ്പിലർ ഓടിക്കുന്ന സമയത്ത് ഇച്ചിരി ഹൈറ്റ് കൂടുതലാണ്. അത് അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ ഓഫ് റോഡിങ് പർപ്പസിൽ വണ്ടി ആയതുകൊണ്ട് തന്നെ അതിന് നല്ലൊരു അത്യാവശ്യം ഹൈറ്റുണ്ട്. ഹൈറ്റ് കറലി എനിക്ക് അറിയില്ല, ചെക്ക് ചെയ്തിട്ടില്ല. ഞാൻ ഓടിച്ച സമയത്ത് എൻ്റെ ഫുഡ് നല്ലോണം അഡ്ജസ്റ്റബിൾ ആകത്തില്ലായിരുന്നു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. നല്ലൊരു ഫീലാണ് വണ്ടി തരുന്നത്. നല്ലൊരു ഫീലാണ് നമുക്ക് വണ്ടിയുടെ ആ ഭാഗത്തു നിന്ന് നമ്മൾ ഫ്രണ്ടിൽ പോകുന്ന ആ ഒരു കാണാൻ പറ്റും. എക്സോസ്റ്റും കാര്യങ്ങളും ഹൈറ്റും എല്ലാം കാണാനായിട്ട് പറ്റും. അപ്പം നമുക്ക് സൈനിങ് ഓഫ് ദിസ് ചാനൽ. താങ്ക് യു ഓൾ ഓഫ് യു. അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പം അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു.